എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മോഹൻലാൽ പറയുകയാണ്, മുടക്കിയ പണം കൊണ്ട് മാത്രമല്ല എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രമായി മാറാൻ പോകുകയാണ്. അത് ഏറ്റവും ചെലവേറിയ ചിത്രമാകും എമ്പുരാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മന്ത്രി സജി ചെറിയാനുമായുള്ള ഒരു സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഈ വർഷം പുറത്തിറങ്ങാനുള്ള തൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എമ്പുരാന്റെ മുതൽ മുടക്കിനെ കുറിച്ച് ലാലേട്ടൻ സംസാരിച്ചത്. അതായത് ചിത്രത്തിന് ചെലവേറാനുള്ള കാരണം മോഹൻലാൽ വ്യക്തമാക്കി. ഇനി 3 ചിത്രങ്ങളാണ് മലയാളത്തിൽ തൻ്റെതായിട്ട് എത്താനുള്ളത്. ഒന്ന് തുടരും എന്ന ചിത്രമാണ്, മറ്റൊന്ന് ലൂസിഫറിന്റെ 2ാം ഭാഗമായി എമ്പുരാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചിത്രമാണിത്. ചെലവേറിയ ചിത്രം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികം കൊണ്ട് പറയുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കുറെ സ്ഥലങ്ങളിലായിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചത്. അത് ദുബായ്, UK, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ അന്യഭാഷ താരങ്ങളും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഇത് പുറം രാജ്യങ്ങളിൽ നടക്കുന്ന കഥയാണ്. അപ്പൊ അന്യഭാഷയിൽ ഉള്ള താരങ്ങളും ഇതിൽ ഭാഗമാക്കാകേണ്ട കാര്യം ഉണ്ട് താനും. ഇതിന്റെ ആദ്യ ഭാഗം ലൂസിഫർ അത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കഥ ആണെങ്കിലും കുറച്ചു ഭാഗം മുംബൈയിൽ ഉണ്ടെന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും അത് കഥ നടക്കുന്നത് കേരളത്തിലാണ്. പക്ഷെ ഖുറേഷി അബ്രാം ആരാണെന്ന് കാണിക്കുന്ന കഥയാണ് എമ്പുരാൻ്റെത്. പൃഥ്വിരാജാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആശീർവാദാണ് സിനിമയുടെ നിർമ്മാണം. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമയാണ് എമ്പുരാൻ. മുടക്കിയ പണം കൊണ്ട് മാത്രമല്ല എന്നാണ് പറയുന്നത്. അതായത് ഉള്ളടക്കം കൊണ്ടും ചിത്രം വളരെ വലുതാണ്. അതായത് എമ്പുരാൻ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വരാനുള്ള സിനിമ സത്യൻ അന്തിക്കാടിന്റെ ഒരു ചിത്രമുണ്ട്. പിന്നെ 2 തെലുങ്ക് ചിത്രങ്ങളും വരാനുണ്ട് മോഹൻലാലിന്റെ ആയിട്ട്. എമ്പുരാൻ മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ എത്തുന്നു. മോഹൻലാലിന്റെ ലൂസിഫറിലെ താരങ്ങളായ മഞ്ജു വാര്യര്, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ബൈജു എന്നിവരെല്ലാം 2ാം ഭാഗത്തിൽ എത്തുന്നുണ്ട്. ഇവരെ കൂടാതെ 2ാം ഭാഗത്തിൽ സുരാജ് വെഞ്ഞാറമൂടുണ്ട്, ഷൈൻ ടോച്ചാക്ക ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്. അങ്ങനെ പുതിയ താരങ്ങളും ഈ ചിത്രത്തിലുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് ആദ്യമായിട്ട് മലയാളത്തിൽ നിർമ്മിക്കുന്ന സിനിമയാണ്. കൂടെ ആശീർവാദും ഇതിൽ നിർമ്മാണ പങ്കാളി ആണ് താനും.